ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ഈ തംബ്നെയിൽ കണ്ടിട്ടാണ് അല്ലേ? 9ാം ക്ലാസ്സുകാർക്ക് എന്തോ ഒരു പണി വരാൻ പോകുന്നു. മകളെ, മറ്റൊന്നുമല്ല, എനിക്കൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് നീന്താൻ അത്ര ധാരണ ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ നീന്തൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷെ ആരും പഠിപ്പിക്കാനും തയ്യാറല്ല. എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാനും മനസ്സില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒരാൾ കുളത്തിലേക്ക് എടുത്തെറിയുന്നത്. അപ്പോൾ ഞാൻ നീന്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും കുറേയൊക്കെ വെള്ളം കുടിച്ചു. അങ്ങനെ വീണ്ടും എന്നെ കുളത്തിലേക്ക് ഇങ്ങനെ എടുത്തിട്ട സമയത്താണ് ഞാൻ നീന്താൻ പഠിച്ചു തുടങ്ങിയത്. ഇതുപോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആളുകളും. പഠിക്കണം എന്നൊക്കെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പഠിക്കാൻ മടിയാണ്. പഠിക്കാൻ പുസ്തകം തുറക്കാറില്ല. ഈ തുറന്നാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനത്തെ സമയത്ത് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് ഒരാൾ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യിപ്പിച്ചാലോ? യെസ്, 9ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് +1 +2ലേക്കുള്ള ബേസിക് ക്ലാസ്സുകളെല്ലാം വരുന്നത് 9ാം ക്ലാസ്സിലാണ്. 9ലും 10ലും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമാണ് +1 +2ൽ നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പഠിച്ചു വരുന്ന ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ 9ലും 10ലും വൃത്തിയിൽ നിങ്ങൾ ഈ ചാപ്റ്ററുകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ +1 +2ൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നത് ഈ പറയുന്ന ക്ലാസ്സുകളിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കുളത്തിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. ആ കുളത്തിൽ വീണാലെങ്കിലും നിങ്ങൾ പഠിക്കുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റൊന്നുമല്ല, നിഞ്ച ബാച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എന്താണ് നിഞ്ച ബാച്ച്? എന്തിനാണ് നിഞ്ച ബാച്ച്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിഞ്ച ബാച്ച് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ സൈലം കൊടുക്കുന്ന ഒരു ട്യൂഷനാണ്, ഓൺലൈൻ ട്യൂഷനാണ്. ഇപ്പോൾ മറ്റൊരു സംശയം, സാർ ഞാൻ ഓൺലൈൻ ക്ലാസ് ഒന്നും അങ്ങനെ കാണാറില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ ബോറടിക്കും, ഞാൻ ഫോൺ എടുത്താൽ വേഗം ഇൻസ്റ്റാഗ്രാമിലേക്കോ വാട്സപ്പിലേക്കൊക്കെ പോയി പോകും. അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. പഠിച്ചിട്ട് എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ പഠിച്ച് ഇനി ഇപ്പോഴൊക്കെ പഠിക്കേണ്ടതുണ്ടോ, ജോലിയൊക്കെ കിട്ടാൻ കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം വരുന്നത്. പകരം നിങ്ങൾക്ക് സെൽഫായിട്ട് നമ്മളെ ഉള്ളൂ എന്നൊരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പഠിച്ചിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇവിടം വരെ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ച രീതിയിൽ പഠിച്ചാൽ മതിയോ? ഒരിക്കലും പോരാ മക്കളെ. നിങ്ങളിപ്പോൾ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മുടെ സെക്കൻഡ് ബാച്ച് വരെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിനൊക്കെ പേൾ വീഡിയോസ് ആയിട്ട്, റെക്കോർഡ് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ തരും. നല്ല അടിപൊളി മെറ്റീരിയൽസ് നിങ്ങൾക്ക് PDF ആയിട്ടുണ്ടാകും. സ്ലൈഡുകൾ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ടായിട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് നിഞ്ച ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സുണ്ട്, പക്ഷേ എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്ത കുട്ടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ നമ്മളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഒരു വർഷത്തേക്ക് തന്നെ ഉള്ളത്. 9ാം ക്ലാസ്സിലെ നിങ്ങളുടെ മാർക്കിനനുസരിച്ചായിരിക്കും 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ ഇരുത്തുന്നത്. അതായത് 9ാം ക്ലാസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന നിങ്ങളുടെ ക്ലാസ് റൂമുകളൊക്കെ മാറും, ക്ലാസ്സുകൾ മാറും, നിങ്ങളുടെ ടീച്ചേഴ്സ് മാറും, നിങ്ങളിരിക്കുന്ന ബെഞ്ചിൻ്റെ പൊസിഷൻ വരെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ചാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് 9ാം ക്ലാസ്സിൽ നിന്ന് പാസ് ഔട്ട് ആയാൽ 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ സ്കൂളിൽ ഏറ്റവും മികച്ച ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.